ഗായ്സ് നമ്മൾ വയനാട്ടിലെത്തിയിട്ടുണ്ട് ഫൈനലി. സോ നമ്മൾ റൂമിൽ കയറാനാണ് വിചാരിച്ചത്. ഭയങ്കര വെയിൽ കേൾക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചെക്കിൻ്റെ ടൈം ആയിട്ടില്ല. സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് പൂക്കോട് പാർക്കിലാണ്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മൾ പൂക്കോട് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗായ്സ് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ് കുറേ ബാക്കിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് എല്ലാവർക്കും കൂടി വരാൻ വിചാരിച്ചിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് വേണം. സോ ഗായ്സ് ബാക്കിയുള്ളവരിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് മുമ്പിലെത്തി. സോ ഗായ്സ് നമ്മളിത് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയണില്ല അത് നടന്നിട്ട്. കുറേ ആയി നമ്മൾ നടക്കണം. കുറച്ചും കൂടി ഉണ്ട്. So guys, stand up brother. Yeah. So guys, ഈ ചെടിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ചെറിയ പുഴയൊക്കെ കാണാൻ പറ്റും. ഫുൾ കമ്പിയാണ്ടേക്ക് ബൈക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗായ്സ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് മര്യാദക്ക് കാണിച്ചു തരാൻ പറ്റി. പുല്ല് കുറച്ച് കുറഞ്ഞപ്പോൾ നല്ല ഒഴുകണ വെള്ളമാണ്. പെഡലിംഗ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. അടിയിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് കഴിയണില്ല, അത്രയുണ്ട്. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. സോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. ഇതാട്ട കുറേ ആയി കാര്യങ്ങൾ കാണിട്ട് ആടിപ്പാടിയിട്ടാണ് അവർ വരുന്നത്. എത്ര ബാക്കിലാണ് നോക്കി കണ്ടോ, അത്രയും ബാക്കിലാണ്. ആടിപ്പാടിയിട്ടാണ് അവർ വരുന്നത്. എന്നൊന്നും എത്തൂല. നമുക്ക് എന്തായാലും വേണം നടന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് നടക്കാം. സോ ഗായ്സ് അങ്ങനെ നമ്മൾ എത്താനായി. കണ്ടില്ലേ, ഇതാണ് നമുക്കുള്ള ഡിസ്റ്റൻസ്. കുറച്ചും കൂടി ഉള്ളു, നമുക്ക് നടക്കാം വേഗം. അപ്പോൾ അവരെ മുമ്പിലുണ്ട്, നമുക്ക് അങ്ങോട്ട് ഓടിച്ചല്ല. അപ്പോൾ ഗായ്സ് നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വന്നിനെ കാണുന്നത്. തൊട്ടടുത്തായി പോയി, എൻ്റെ തൊട്ടടുത്താണ്. അവിടെ വന്നിരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഒക്കെ ഈ സൈഡിലുണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഉപ്പപ്പയും മമ്മിയും. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ടൂറാണ്. ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. സോ ഗായ്സ് ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് ഇങ്ങനത്തെ ഒരു സെക്ഷനാണ്. ടോയ്സും ചോക്ലേറ്റ്സും സ്ക്രബും ഹണിയും സ്പൈസസും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരിത്. പിന്നെ ഇവിടെ ഷൂട്ടിംഗ് സോൺ, സിനിമ സോൺ ഒക്കെ ഉണ്ട്. അപ്പുറത്ത് എന്തൊരു ജ്വല്ലറി ഷോപ്പ് പോലത്തെ ഉണ്ട്. ഇവിടെ പാർക്കിൻ്റെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്, മെയിൻ്റെനൻസ്. ഗായ്സ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ്റെ ഒരു ഇതൊക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും ഒക്കെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനുള്ളതാണെന്നാണ്. ഓക്കെ, ഇവിടെ പെഡൽ ബോട്ടിങ്ങും പിന്നെ ഒക്കെ എന്തിന് ഇവിടെ ലേക്ക് വരുന്നുണ്ട്. ലേക്ക് പൂക്കോട് പാർക്കിൽ ലേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ അതേപോലെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചെറിയ ബേബി കുരങ്ങൻ പുല്ലിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. നമുക്ക് പോവാം. ഗൈസ് നമ്മളെ പർപ്പിൾ ബെഞ്ചുമ്പോൾ റെസ്റ്റ് എടുക്കായിരുന്നു. കുറച്ച് നടന്നിട്ട് ഗൈസ് അപ്പോഴാണ് ഞാൻ റിയാലിറ്റി മനസ്സിലാക്കണേ. നമ്മളിത് ടൈം കളയാൻ വേണ്ടി വന്നതാണ്. ഗൈസ് വെള്ളത്തിൽ കുറേ ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ട്. സീബ്ര ഫിഷൊക്കെ ഉണ്ട് വെള്ളത്തിൽ.
സീബ്ര ഫിഷ്, അങ്ങനെ കുറേ കൈൻഡ് ഓഫ് ഫിഷ് ഉണ്ട്. ഗൈസ് ഇത് സ്നേഹം വേസ്റ്റ് ബാസ്ക്കറ്റ് ആണല്ലോ ഇവിടെ. കുറേ ചെറിയ മീനുകളുണ്ട്, കുറേ ഉണ്ട്, കുറച്ചല്ല കുറേ. പക്ഷെ വീഡിയോ ഇവിടെയുള്ള ഈ പോസ്റ്ററിലേക്ക് അത്രക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു പോസ്റ്ററത്തൊക്കെ പോലെയാണ് കേട്ടോ, ഈ ഒരു ഫോട്ടോത്തൊക്കെ പോലെയാണ് ഇവിടെ മീനുള്ളത്. ഇതൊന്നുമല്ല, അതുമല്ല, നല്ല ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാ കാട്ടണമെന്ന് നോക്കാം. കഴുത നടക്കലാണ് ഈ പൂക്കോട് പാർക്ക് മൊത്തം തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ വരികയാണെങ്കിൽ നടക്കേണ്ടി വരില്ല അത്രക്ക്. ബട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനല്ല, ഇത് കാണാനാണെങ്കിൽ യു വിൽ ബി വാക്കിംഗ് every time. Please look at this awesome lake with flowing water. ടൂറിസ്റ്റ് ബസ്സാ, പേടിക്കണ്ട ഗായ്സ്. നമുക്ക് എത്ര ദേ ഇവിടെ അങ്ങനെ നടന്ന് ദേ ആ സൈഡിലെ ആ അറ്റം വരെ നമുക്ക് നടന്നെത്തണം. ഹൗ എത്ര ലോങ് ഉണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലോങ് ഉണ്ട് ഇത്. നടന്ന് ഒരു തൈ. Maybe it will be good only to explore your rooms, but വന്നതിന് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഞാനൊരു ഫൺ ഫോർ എ ഫൺ. നീ എടുത്തോണ്ടല്ല അതുകൊണ്ട് നടന്നിട്ട് കഴിയണില്ല, കുറേ ഉണ്ട്. ഓരോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തന്നെ ഞാൻ നടക്കണത്. ഗായ്സ് ഞങ്ങൾക്ക് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഗായ്സ് ഞാൻ കാണിച്ചു തരാൻ പറ്റും, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. Let's walk. Time is running up, let's walk. Ethan, ഇങ്ങോട്ട് വാ പ്ലീസ്. Look guys, this is my uncle's son who is ultimate active. മാഷാല്ലാ. നടന്നിട്ട് കുറേ ഉണ്ട്, നമുക്ക് നടന്നുകൊണ്ടിരിക്കാം, ദാറ്റ്സ് ബെറ്റർ. സോ ഗായ്സ് ഇന്നത്തെ ചിലപ്പോൾ ഒരു രണ്ട് പാട്ടുണ്ടാവും. ഡേ 1 ഓഫ് വയനാട് ട്രിപ്പ് 2 പാട്ടുണ്ടാവും. ആൻഡ് ഡേ 2 ഓഫ് വയനാട് ട്രിപ്പ് 1-2 പാട്ടുണ്ടാവും. സോ ഐ തിങ്ക് ഡേ 1 3 പാർട്ടായിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു തൂക്കുപാലത്തുമ്പോൾ പോയതും പിന്നെ ഇതും പിന്നെ റിസോർട്ട് എക്സ്പ്ലോറിങ്ങും. അപ്പോൾ കാണാൻ മറക്കേണ്ട, എല്ലാവരും കണ്ടോളൂ. ആൻഡ് ഡേ 2 വിൽ ബി ഫോർ ടുമോറോ. അപ്പോൾ ഗൈസ് ശരി, നമുക്ക് നടന്നുകൊണ്ട് നിൽക്കാം. ഗൈസ് ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കാണുന്നത്. മരത്തുമ്മ കയറുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരാണ് ചീറപ്പുണ്ട്. സ്കൂൾ ടൂറാണ് തോന്നുന്നുണ്ട്. ഗൈസ് ബാക്കിൽ എന്തൊക്കെയാണ് നൊസ്റ്റു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്.
നമ്മൾ ആ തൽക്കന്നാണ് നമ്മൾ നടക്കുന്നത്. ആ തൽക്കന്ന് തുടങ്ങി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോഴും എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോയിലേക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്തായാലും ഇതാവും പാർട്ട് 1. ബിക്കോസ് പാർട്ട് 2 അപ്ലോഡ് ഉണ്ടാവില്ല തൂക്കുപാലം. അപ്പോൾ ആ തൂക്കുപാലം കാണേണ്ടവരെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞതാണ്. സോ നമ്മൾ കൊടുവള്ളി എടുത്താണ് ഉള്ളത്, അറിയുണ്ടാവും അവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ ടൈം ഈ ഒരു 10 minutes ആയിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഇത് ഇനിയിപ്പം നടക്കാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ കൂടുതലും. സോ ഐ ബി സെൻഡിങ് യു ദി പാർട്ട് 2 ഓഫ് ദി റിസോർട്ട് എക്സ്പ്ലോറിങ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.